നമസ്കാരം, ഞാൻ ഡോക്ടർ രാഹുൽ ഇല്ലപ്പറമ്പത്ത്, ഇക്ര ഹോസ്പിറ്റലിലെ നവജാത ശിശുരോഗ വിഭാഗം മേധാവിയാണ്. ഓഗസ്റ്റ് 1 മുതൽ ഒരാഴ്ചക്കാലം ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുകയാണ്. മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നാം ഈ ഒരു വാരം ആചരിക്കുന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ 100% പേർക്കും പല കാരണങ്ങളാലും നമുക്ക് മുലയൂട്ടാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഈ ഒരു വിടവ് നികത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഈ ഒരു മുലയൂട്ടൽ വാരം ആചരിക്കുന്നത്. മുലയൂട്ടൽ വാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും കൂടുതലായി സംസാരിക്കുന്നതിനായി നമ്മുടെ ഹോസ്പിറ്റലിലെ നവജാത ശിശു വിഭാഗം കൺസൾട്ടൻസായ ഡോക്ടർ ആര്യ, ഡോക്ടർ അജിന എന്നിവർ നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നതാണ്. നമസ്കാരം. ജനിച്ചപാടെ എപ്പോൾ മുതൽ കുഞ്ഞിന് പാല് കൊടുത്ത് തുടങ്ങാം? സുഖപ്രസവം, സിസേറിയൻ എന്നീ വ്യത്യാസമന്യേ എല്ലാ കുഞ്ഞുങ്ങൾക്കും ജനിച്ച് 1 മണിക്കൂറിൽ തന്നെ പാൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നീടുള്ള പാൽ കുടിക്കൽ കുഞ്ഞിന്റെ ആവശ്യാനുസരണം വേണം ചെയ്യാൻ. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ അമ്മയ്ക്ക് നല്ലപോലെ പാലാകുന്നവരെ 2 മണിക്കൂർ കൂടുമ്പോൾ ചിലപ്പോൾ പാൽ കുടിക്കേണ്ടി വന്നേക്കാം. ഒരു ദിവസം 8 മുതൽ 12 തവണയെങ്കിലും പാൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് പാലായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന്റെ വിശപ്പാനുസരണം വേണം പാൽ കൊടുക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ വിശപ്പിന്റെ ലക്ഷണങ്ങൾ അറിയുക എന്നത് അത്യാവശ്യമാണ്. ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കുഞ്ഞ് വാ തുറക്കുക, കൈ വായിലേക്ക് ഇടുക, അമ്മയുടെ ബ്രസ്റ്റിന് വേണ്ടി തപ്പുക, ഇതൊക്കെ വിശപ്പിന്റെ ആദ്യ ലക്ഷണങ്ങളാണ്. ഇതിനെ ഹങ്കർ ക്യൂസ് എന്നാണ് പറയുക. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് കുഞ്ഞ് നന്നായി പാൽ കുടിക്കാൻ വേണ്ടി സഹായകമാണ്. എന്നാൽ കുഞ്ഞ് കരയുക എന്നത് വിശപ്പിന്റെ അവസാന ലക്ഷണമാണ്. ആ ഒരു സമയത്ത് കുഞ്ഞിനെ പാൽ കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കഴിയുന്നതും അമ്മ കുഞ്ഞിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടിട്ട് തന്നെ പാൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇനി എത്ര നേരം വേണം പാൽ കൊടുക്കാൻ വേണ്ടി? കഴിയുന്നതും ഒരു 10-15 മിനിറ്റ് എങ്കിലും ഒരു ബ്രസ്റ്റിൽ നിന്ന് പാൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അമ്മയുടെ പാൽ മുൻപാൽ എന്നും പിൻപാൽ എന്നും 2 രീതിയിലാണ് വരിക. മുൻപാൽ എന്നത് വെള്ളം പോലെ കട്ടി കുറഞ്ഞ പാലാണ്. അതിൽ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, വെള്ളം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞിന്റെ ദാഹം ശമിപ്പിക്കാനാണ് സഹായിക്കുക. എന്നാൽ പിന്നീട് വരുന്ന പിൻപാൽ ഫാറ്റ് കണ്ടന്റ് അധികമുള്ളതാണ്. അത് കുഞ്ഞിന്റെ വിശപ്പ് അകറ്റാനും വെയിറ്റ് കൂടാനും വേണ്ടി സഹായിക്കുന്നു. മുലപ്പാൽ വളരെ അമൂല്യമായതാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞിന്റെ ശരീര വളർച്ചയ്ക്ക് മാത്രം ഉതകുന്നതല്ല മുലപ്പാൽ. കൂടാതെ തന്നെ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശക്തി, ബുദ്ധി വളർച്ച, അതിനെല്ലാം വേണ്ടുന്ന വളരെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങൾ വളരെ സമീകൃതമായ അളവിൽ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. വെള്ളം ഉൾപ്പെടെ കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സമീകൃതമായി അടങ്ങിയിരിക്കുന്ന അമൂല്യമായതാണ് മുലപ്പാൽ. നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ അമ്മയുടെ മുലയിൽ നിന്ന് വരുന്ന മഞ്ഞ കളറിലെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്, അത് നമ്മൾ കൊളസ്ട്രം എന്നാണ് പറയുന്നത്. പല തെറ്റിദ്ധാരണയുടെ പേരിലും ഈ ആദ്യമേ വരുന്ന ഈ ലൈറ്റ് കളർ, അതായത് കട്ടി കുറഞ്ഞ പാലാണ് അല്ലെങ്കിൽ അത് മഞ്ഞ കളറിലെ പാലാണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി അത് ഡിസ്കാർഡ് ചെയ്യുക അല്ലെങ്കിൽ അത് കളയുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ്. സമൂഹത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും നമ്മൾ ആദ്യമായി നൽകുന്ന വാക്സിനായി വേണം നമ്മൾ ഇതിനെ കരുതാൻ. അതിൽ വളരെ അത്യന്താപേക്ഷിതമായി, അതായത് രോഗപ്രതിരോധ ശക്തിക്ക് ഉതകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമേറുന്ന ഘടകങ്ങൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അത് പലതും നമുക്ക് ഇപ്പം നമ്മൾ ഒരുപാട് റീകോമ്പിനന്റ് ടെക്നോളജി വെച്ച് നമ്മുടെ എല്ലാ പ്രോട്ടീൻസും നിർമ്മിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ നമുക്ക് ഒരിക്കലും മനുഷ്യനാൽ നിർമ്മിതം അല്ല. അത് കാരണം തന്നെ നമ്മൾ പൊടിപ്പാല് കൊടുത്താലും പശുവിന്റെ പാല് കൊടുത്താലും ഈ മുലപ്പാലിനോളം വരില്ല അതൊന്നും. ആ കാര്യം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. ജനിച്ച് ആദ്യത്തെ 2 തൊട്ട് 7 ദിവസം വരെയാണ് ഈ പാല് വരുന്നത്. അത് വളരെ കട്ടി കുറഞ്ഞതും അത് അളവ് കുറഞ്ഞതുമാണ്. അത് പ്രകൃതിയുടെ തന്നെ ഒരു മാർഗ്ഗമാണ്. കാരണം ജനിച്ച് വീഴുന്ന കുഞ്ഞ് കുടിച്ച് പഠിക്കുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുഞ്ഞിന് വലിച്ച് കുടിക്കാൻ എളുപ്പത്തിനായിട്ട് കട്ടി കുറഞ്ഞ അളവ് കുറഞ്ഞ പാലാണ്. പക്ഷേ ആദ്യത്തെ ദിനങ്ങളിൽ അത് മതിയാവും. കുഞ്ഞിന്റെ വിശപ്പ് മാറാനും വളർച്ചയ്ക്കും അത് ധാരാളമായി മതിയാവും. അത് കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോഴാണ് പാലിന്റെ അളവും കാര്യങ്ങളും അതിന്റെ കമ്പോണൻസ്, പാലിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, ഷുഗറിനൊക്കെ മാറ്റം വരുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അത് തനിയെ മാറുകയാണ് ചെയ്യുന്നത്. ഒരു 21 ദിവസം ആകുമ്പോഴാണ് ഈ ഒരു മെച്ചൂർ മിൽക്ക് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പാല് എത്തുന്നത്. അപ്പോൾ ആദ്യ ദിനങ്ങൾക്ക് കുഞ്ഞിന് പാലിന് കട്ടി കുറവാണ് അല്ലെങ്കിൽ മതിയാവോളം അളവ് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആഹ്ലാദപ്പെടേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയിലുള്ളിൽ തന്നെ നടത്തുന്ന പ്രക്രിയയാണ്. അതിനകത്തൊന്നും നമ്മൾ ആഹ്ലാദപ്പെടുകയോ അല്ലെങ്കിൽ അളവ് കുറവാണെന്ന് കരുതി ഉടനെ പൊടിയുടെ പാല് കൊടുക്കണമെന്ന് സംശയങ്ങളോ ഒന്നും വേണ്ടതില്ല. മുലപ്പാലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പല പഠനങ്ങൾ എടുക്കുമ്പോഴും മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളിൽ നവജാത ശിശു സമയത്ത് വരുന്ന, അതായത് ആ കാലഘട്ടങ്ങളിൽ വരുന്ന ഇൻഫെക്ഷൻ, അതായത് ന്യൂമോണിയ, ചെവിയിലെ പഴുപ്പ് മുതലായ അസുഖങ്ങൾ വളരെ കുറവാണ് കണ്ടുവരുന്നത്. വയറിളക്കം പോലുള്ള അതിഭീകരമായ അസുഖങ്ങൾ വളരെ കുറവാണ് കണ്ടുവരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലും ജീവിതശൈലി രോഗങ്ങൾ, അതായത് ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള അസുഖങ്ങളും ഇത്തരം കുട്ടികളിൽ തീരെ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്കും മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് അവരുടെ പെർഫോമൻസ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മുലപ്പാലിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ മാത്രം ബെനിഫിറ്റ് ആണ് പറഞ്ഞത്, കുഞ്ഞിന് മാത്രം കിട്ടുന്ന നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അമ്മയ്ക്കും ഉണ്ട് ഗുണങ്ങൾ. അതായത് നമ്മൾ പ്രസവ സമയത്ത് നമ്മൾ വെയിറ്റ് ഗെയിൻ വെക്കും, അതായത് നമ്മൾ തടി വെക്കും.
അതൊക്കെ പ്രകൃതിയുടെ തന്നെ ഒരു മാർഗ്ഗമാണ്. കാരണം അമ്മയുടെ ആരോഗ്യത്തിൽ നിന്നാണ് നമ്മൾ പാലുണ്ടായി വരുന്നത്. അപ്പോൾ ആ സമയത്ത് വെക്കുന്ന തടി കുറയ്ക്കാനും പിന്നെ പാല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതനുസരിച്ച് ഈസ്ട്രോജൻ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോൺസിന്റെ എഫക്റ്റ് കാരണം യൂട്രസ് പെട്ടെന്ന് ചുരുങ്ങാനും അത് കാരണം പ്രസവശേഷമുള്ള രക്തസ്രാവം കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഓവേറിയൻ അതായത് അണ്ഡാശയ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും കുഞ്ഞിനെ മുലയൂട്ടുന്നത് കൊണ്ട് അമ്മയ്ക്കും സാധ്യമാകും. അപ്പോൾ ഈ മുലപ്പാൽ കൊണ്ട് നമ്മുടെ കുഞ്ഞിനും അമ്മയ്ക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അത് മുലപ്പാൽ എന്ന് പറയുന്നത് നമുക്ക് വളരെ ശുദ്ധമായും ആത്മവിശ്വാസത്തോടു കൂടിയും ഈസിലി വളരെ എളുപ്പത്തിൽ ലഭ്യമാവുന്നതുമായ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അമൂല്യമായതാണ്. ഈ ഗുണങ്ങളൊക്കെ ഫലപ്രദമാകണമെങ്കിൽ അമ്മ ഏത് രീതിയിൽ കുഞ്ഞിന് പാല് കൊടുക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഏത് പൊസിഷനിലാണെങ്കിലും അമ്മ കുഞ്ഞിനെ ചേർത്ത് വെച്ചിട്ട് വേണം കൊടുക്കാൻ. അമ്മ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയും. ക്രോസ് ക്രാഡിൽ, ഫുട്ബോൾ എന്നിങ്ങനെ പല പൊസിഷനിലും അമ്മയ്ക്ക് കുഞ്ഞിനെ പിടിക്കാവുന്നതാണ്. ഏത് വിധേനയാണെങ്കിലും കുഞ്ഞിനെ മുഴുവനായിട്ട് അമ്മ സപ്പോർട്ടഡ് ആയിട്ട് പിടിക്കണം. കുഞ്ഞിന്റെ തല ബോഡി എന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. കുഞ്ഞിന്റെ വയർ അമ്മയുടെ വയറുമായി കോണ്ടാക്ട് ആയിരിക്കണം. കുഞ്ഞ് അമ്മയെ ഫേസ് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. എന്നിട്ട് പയ്യെ അമ്മ കുഞ്ഞിന്റെ വായുടെ സൈഡിൽ തൊടുമ്പോൾ കുഞ്ഞ് വാ തുറക്കുകയും അപ്പം കുഞ്ഞിനെ ബ്രസ്റ്റിലേക്ക് ചേർത്ത് വെക്കുകയും വേണം ചെയ്യാൻ. ഓക്കെ, നമ്മളിപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾ പാല് കൊടുക്കുന്നതിന്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മയുടെ കുഞ്ഞിൻ്റെയും പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ വളരെ ബാക്ക് റെസ്റ്റ് ഉള്ള കസിൽ വളരെ റിലാക്സ്ഡ് ആയി ഇരുന്നതിന് ശേഷം കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനാണ് തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങുമ്പോൾ ആദ്യമായി അമ്മയാവുന്നവരിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി കുഞ്ഞ് പാല് കുടിക്കാനായി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കവിളിൽ തൊടുമ്പോൾ കുഞ്ഞ് ബ്രസ്റ്റിന്റെ സൈഡിലേക്ക് തിരിയും പാല് കുടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുലക്കണ്ണ് ചുറ്റുമുള്ള കറുത്ത ഭാഗം കൂടെ നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ച് ഒരു ബ്രസ്റ്റ് ടിഷ്യൂ ഒരു കോണിന്റെ ഷേപ്പിൽ കുഞ്ഞിന്റെ വായിലേക്ക് ആക്കി വെച്ച് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ബ്രസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ നിപ്പിൾ അതായത് മുലക്കണ്ണെന്ന് പറയുന്നത് ഉണ്ടായ പാല് ആ ബ്രസ്റ്റിൽ നിൽക്കുന്ന പാല് പുറത്തേക്ക് ഒഴുകാനുള്ളൊരു ഡക്റ്റ് മാത്രമാണ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുലപ്പാല് ബ്രസ്റ്റിനുള്ളിൽ അതായത് ഏരിയോളയുടെ ഭാഗം വരെ വന്ന് സ്റ്റോർ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് കുഞ്ഞ് വലിച്ചു കുടിക്കുമ്പോൾ നിപ്പിൾ കൂടെ അതായത് മുലക്കണ്ണിൽ കൂടെ അത് പുറമേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞ് നന്നായി പാല് കുടിക്കണമെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിന് വയറ് നിറയണമെങ്കിൽ ആ ഏരിയോളയുടെ ഭാഗം കൂടെ ഉള്ളിലേക്ക് വെച്ച് വലിച്ചു കുടിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ആ കെട്ടി നിൽക്കുന്ന പാല് വളരെ ശക്തിയായി തന്നെ കുഞ്ഞിൻ്റെ വായിലേക്ക് ഒഴുകുകയും പെട്ടെന്ന് തന്നെ കുഞ്ഞിന് വയറ് നിറയാനും അത് സഹായിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം നമുക്ക് ശരിയായ അളവിൽ പാലുണ്ടെങ്കിൽ കൂടിയും അത് കുഞ്ഞിലേക്ക് കൃത്യമായി എത്താതെ ഇരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ രീതിയിൽ പാല് കുടിപ്പിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സാധാരണമായി വേണ്ടുന്ന അളവിൽ പാൽ ഉണ്ടായിട്ടും അത് കുഞ്ഞിലേക്ക് എത്താതിരിക്കാൻ ഇതൊരു കാരണമായേക്കാം. ആദ്യമായി അമ്മയാകുന്നവരിലാണ് സാധാരണയായി കൂടുതൽ കണ്ടുവരുന്നത്. എപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എപ്പോഴും പാല് കൊടുക്കാറുണ്ട്, കുഞ്ഞ് എപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പരാതിയുടെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ ഒരു രീതിയിലുള്ള പാല് കൊടുപ്പാവാം അതിനൊരു കാരണം. മുലക്കണ്ണ് മാത്രം വലിച്ചു കുടിക്കുന്ന കുട്ടികൾക്ക് ധാരാളമായി പാല് വലിച്ചു കുടിച്ചാൽ മാത്രമേ അവർക്ക് വയറ് നിറയുന്ന അളവിലേക്ക് പാല് കിട്ടുള്ളൂ. അതിനോടനുബന്ധിച്ച് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് നിപ്പിൾ ക്രാക്ക് അല്ലെങ്കിൽ മുലക്കണ്ണ് പൊട്ടുക. മുലക്കണ്ണ് മാത്രം വലിച്ചു കുടിക്കുന്ന കുട്ടികൾ അതിന്റെ മുകളിൽ ഒരുപാട് നേരം വലിച്ചു കുടിക്കുന്നതിന്റെ ഭാഗമായി സ്കിൻ പൊട്ടുകയും അത് കാരണം അമ്മയ്ക്ക് വേദനയാവുകയും അത് കാരണം നേരെ പാല് കൊടുക്കാൻ പറ്റാതാവുകയും പിന്നീട് കുഞ്ഞിന് വെയിറ്റ് കൂടാതെ വരികയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ മുലക്കണ്ണും അതിന് ചുറ്റുമുള്ള കറുത്ത ഭാഗം കൂടെ ഉള്ളിലേക്ക് വെച്ച് പാല് കുടിപ്പിക്കത്തക്ക രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കൃത്യമായി കുഞ്ഞിന് പാല് കിട്ടുകയും വെയിറ്റ് കൂടാനും പിന്നീട് അമ്മയ്ക്ക് ഈ നിപ്പിൾ ക്രാക്ക് അതായത് മുലക്കണ്ണ് പൊട്ടുന്നത് നമുക്ക് വളരെ ഫലപ്രദമായി തന്നെ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എപ്പോഴും നമ്മൾ പേടിച്ചിട്ട് ബ്രസ്റ്റ് മൂക്കടയുമെന്നുള്ള പേടിയിൽ നമ്മൾ ബ്രസ്റ്റ് പുറകിലേക്ക് വലിച്ചിട്ടാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ശ്രമിക്കുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളൊരു കോൺ പോലെ നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ച് കോൺ പോലെ താഴത്തേക്ക് ആക്കിയിട്ട് മുമ്പിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. താഴത്തേക്ക് ആക്കുമ്പോൾ ഒരിക്കലും മൂക്കടയാൻ സാധ്യതയില്ല. അങ്ങനെ ശ്രദ്ധിച്ച് പാല് കൊടുക്കുകയാണെങ്കിൽ ഈ ഏരിയോളും നിപ്പിളും അതിന് ചുറ്റുമുള്ള കറുത്ത ഭാഗവും മൂക്കടയാതെ തന്നെ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലപോലെ ഒരു 20 മിനിറ്റ് നേരത്തെ പറഞ്ഞ പോലെ നല്ലപോലെ ഒരു ബ്രസ്റ്റിന് ഒരു 20 തൊട്ട് 30 മിനിറ്റ് നല്ലപോലെ പാല് കുടിച്ച് കഴിഞ്ഞിട്ട് മതിയാവുമ്പോൾ കുഞ്ഞ് തന്നെ നമ്മുടെ ബ്രസ്റ്റ് വിടും. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് പാല് കുടിക്കുമ്പോൾ കൂടെ വിഴുങ്ങുന്ന ഗ്യാസും തട്ടിക്കളയേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. വയറ് നിറച്ച് പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ നമ്മൾ ഉയർത്തി നമ്മുടെ തോളിലേക്ക് കിടത്തിയിട്ട് ചെറുതായിട്ട് തട്ടിക്കൊടുത്ത ഗ്യാസ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. നമുക്ക് തോളിലേക്ക് കിടത്താൻ പ്രയാസമാണെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഒരു ഇരുത്തുന്ന പൊസിഷനിൽ കയ്യിലേക്ക് ചാഞ്ഞു വെച്ചിട്ട് നമുക്ക് ബാക്കിൽ തട്ടി കൊടുത്തിട്ട് വേണമെങ്കിലും ആ ഗ്യാസ് ഒഴിവാക്കാം. അല്ലെങ്കിൽ നമ്മുടെ കാലിൽ വരുന്ന രീതിയിൽ കമഴ്ത്തി കിടത്തിയിട്ട് വേണമെങ്കിലും ഈ ഗ്യാസ് ഒഴിവാക്കാവുന്നതാണ്. ഇതും വയറ് നിറച്ച് ഇത്തരം രീതിയിൽ പാല് കൊടുക്കുക, കംഫർട്ടബിളായി ആ ഗ്യാസ് തട്ടിക്കൊടുത്ത് കുഞ്ഞിനെ കിടത്തുക എന്നുള്ളതും ഈ നല്ല ബ്രസ്റ്റ് ഫീഡിങ്ങിന്
വളരെ അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ പാല് കൊടുത്താലും കുഞ്ഞിന് ഏത് രീതിയിൽ പാല് കിട്ടുന്നുണ്ടെന്ന് അസസ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് തന്നെ ബ്രസ്റ്റിൽ നിന്ന് വിടുകയും അമ്മയ്ക്ക് ബ്രസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. നല്ലപോലെ പാല് കുടിച്ച കുട്ടികൾ 2-3 മണിക്കൂർ ഉറങ്ങുകയും ദിവസേന 6 മുതൽ 8 തവണ വരെ യൂറിൻ പാസ് ചെയ്യുന്നതാണ്. മാത്രമല്ല കുഞ്ഞ് ശരിയായ രീതിയിൽ തൂക്കം കൂടുന്നതുമാണ്. സ്വാഭാവികമായും ആദ്യത്തെ കുറച്ച് ദിവസം കുഞ്ഞ് തൂക്കം കുറയുകയും 7 മുതൽ 10 ദിവസം ആകുമ്പോഴത്തേക്കും ജനിച്ച തൂക്കത്തിലേക്ക് എത്തുകയാണ് ചെയ്യാറ്. അതിനുശേഷം ഒരു 20 മുതൽ 30 ഗ്രാം വെച്ച് ഓരോ ദിവസവും കുഞ്ഞ് തൂക്കം കൂടേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാൽ കിട്ടുന്നു എന്ന് ഉറപ്പാക്കാം. ഈ രീതിയിൽ കുഞ്ഞിന് 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകേണ്ടതാണ്. 6 മാസത്തിന് ശേഷം ചെറിയ കുറുക്കു രൂപത്തിൽ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങാവുന്നതാണ്. എന്നാലും ഒരു 2 വയസ്സോ അതിനു മേളിലോ കുഞ്ഞിന് മുലപ്പാൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഈ ബ്രസ്റ്റ് ഫീഡിങ് ഇതൊക്കെ പറഞ്ഞാലും പലതരം കോംപ്ലിക്കേഷൻസും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാം. പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൽ അതനുസരിച്ച് നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് ഒഴിവായി പോയില്ലെങ്കിൽ കുഞ്ഞ് കൃത്യമായി അത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ പാല് കെട്ടി നിന്നിട്ട് ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് ആയിട്ട് വരാം. അത് കാരണം അമ്മയ്ക്ക് പനി, മറ്റു കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും വരാം, വേദന, അത് കാരണം പാല് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ ഈ ബ്രസ്റ്റ് ആബ്സസ് അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരാം. അപ്പൊ ഇതൊക്കെ മെഡിക്കൽ അറ്റൻഷൻ വേണ്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതൊരു ഡോക്ടറെ സമീപിച്ച് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നമുക്ക് ഉള്ളത് മിക്കപ്പോഴും കാണുന്നത് പ്രസവം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ശാരീരികവും മാനസികവുമായി തളർന്നിരിക്കുന്ന അമ്മയുടെ അടുത്ത് നമ്മൾ കുഞ്ഞിന് നിനക്ക് മതിയാവോളം പാലില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞിന് കരച്ചിൽ മാറാത്തത്, വിശപ്പ് മാറ്റാനുള്ള അളവിൽ പാലില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. ആദ്യത്തെ ദിവസങ്ങൾ പരമാവധി റൂമിങ്ങിൽ, അതായത് അമ്മയ്ക്ക് കുഞ്ഞിനും അമ്മയുടെ സാമീപ്യം വളരെ അത്യാവശ്യമാണ്. അത് ലഭ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. കുഞ്ഞിനെ മാക്സിമം ടൈം, അതായത് ജനിച്ച അടുത്ത ദിവസങ്ങൾ മാക്സിമം ടൈം അമ്മ കുഞ്ഞിൻ്റെ കൂടെയും കുഞ്ഞ് അമ്മയുടെ കൂടെയുമാണ് വേണ്ടത്. അത് നമ്മൾ ഉറപ്പാക്കിയാൽ മാത്രമേ ആ ഒരു സമയത്ത് ഫീഡ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ ഇടവേളകളിൽ പാല് കുടിപ്പിക്കാത്തത് കൊണ്ടാവാം അമ്മയ്ക്ക് ഈ ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ, അതുണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്രസ്റ്റ് എൻഗോർജ്മെന്റ് വരുമ്പോൾ അമ്മയ്ക്ക് നല്ല വേദനയുള്ള ഒരു അവസ്ഥയാണത്. അപ്പം നമ്മൾ ചെറിയ ചൂടുള്ള തുണിയിൽ അല്ലെങ്കിൽ ടവലിൽ ചെറിയ ചൂട് വെള്ളം നമുക്ക് ആവിയായിട്ട് നമുക്ക് അമ്മയുടെ ബ്രസ്റ്റിൽ കൊടുത്താൽ, ചെറിയ ചൂട് കൊടുത്താൽ നമുക്ക് ഈ പാല് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് പിഴിഞ്ഞ് എടുത്ത് ഒഴിവാക്കിയാൽ അമ്മയ്ക്ക് ആ വേദനയും കാര്യങ്ങളും കുറയാനും അതുവഴി കുഞ്ഞിന് പെട്ടെന്ന് പാല് കുടിക്കാനും സാധ്യമാകും. പിന്നീട് വരുന്ന ഈ ബ്രസ്റ്റ് ആബ്സസ് അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് എന്ന പോലെയുള്ളത് നമുക്ക് മേ ബി ആൻറ്റിബയോട്ടിക് വരെ ആവശ്യം വന്നേക്കാം. അപ്പോൾ അത് ഇതുപോലെ പാല് കിട്ടി നിൽക്കുന്നത് ഒഴിവാക്കിയിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിന് അനുയോജ്യമായ തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് വേണമോ എന്നുള്ളത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട്. ആദ്യത്തെ 6 മാസം ഈ സമ്പൂർണ്ണ മുലയൂട്ടൽ എന്നത് സാധ്യമാകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ കണ്ടുവരുന്നത് വർക്കിംഗ് മദേഴ്സാണ്. അവർ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ മുലപ്പാൽ എന്ത് ചെയ്യും, മുലപ്പാൽ കൊടുക്കാൻ എന്ത് ചെയ്യും എന്നുള്ളതിന് പല സംശയങ്ങളും അത് അമ്മമാരുടെ ഒരു ടെൻഷനായി മാറുകയും ചെയ്യാറുണ്ട്. അത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇപ്പൊ റീസെന്റ് കണ്ടുവരുന്നത് ഇങ്ങനെ വർക്കിങ്ങിന് പോകുന്ന മദേഴ്സ് പെട്ടെന്ന് തന്നെ ഫോർമുലയിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അമ്മയ്ക്ക് പാൽ പിഴിഞ്ഞ് വെക്കുകയും അത് കുഞ്ഞിന് കൊടുക്കാവുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് വർക്കിംഗ് മദേഴ്സിന് മാത്രമല്ല, മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക്, നേരിട്ട് ഈ കാരണങ്ങൾ കൊണ്ട് നേരിട്ട് വലിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പാൽ പിഴിഞ്ഞ് കൊടുക്കാവുന്നതാണ്. അപ്പം അതിനാദ്യം ചെയ്യേണ്ടത് നല്ലപോലെ കൈ സോപ്പും വെള്ളവും വെച്ച് കഴുകുക, നല്ലൊരു ക്ലീൻ കണ്ടെയ്നർ ബ്രസ്റ്റിന് താഴെ വെക്കുക, അമ്മ പയ്യെ ജെന്റിലായിട്ട് ബ്രസ്റ്റ് മസാജ് ചെയ്യുക, പുറത്തു നിന്ന് നിപ്പിളിൻ്റെ ഭാഗത്തേക്ക് മസാജ് ചെയ്യുക. അതിനുശേഷം തള്ളവിരലും ചൂണ്ടുവിരലും വെച്ചിട്ട് നിപ്പിളിൻ്റെ പുറകിലായിട്ട്, അതായത് ഏരിയോള ഭാഗത്തായിട്ട് ബ്രസ്റ്റിലേക്ക് പ്രസ് ചെയ്ത് പയ്യെ സ്ക്യൂസ് ചെയ്യുക. ഇങ്ങനെ പാൽ ശേഖരിച്ച് വെക്കുകയാണ്. ഇത് പല ഡയറക്ഷനിലായിട്ട് ചെയ്തിട്ട് പാൽ ശേഖരിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ പിഴിഞ്ഞ പാൽ അമ്മയ്ക്ക് പാലട വഴിയോ അല്ലെങ്കിൽ നിഫ്റ്റി കപ്പ് എന്ന ഉപകരണം വഴിയോ കുഞ്ഞിന് വായിലേക്ക് പയ്യെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബോട്ടിൽ ഫീഡിങ് കഴിയുന്നതും ഒഴിവാക്കണം. കാരണം അതിനൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് നിപ്പിൾ കൺഫ്യൂഷൻ, എന്നത് അവർക്ക് ആ ബോട്ടിലിൻ്റെ നിപ്പിൾ വഴി ഈസി ആയിട്ട് പാല് കിട്ടുകയും അത് അവർ അമ്മയുടെ മുലപ്പാൽ വലിച്ച് കുടിക്കുന്നതിനേക്കാളും പ്രിഫർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു നിപ്പിൾ കൺഫ്യൂഷൻ വരികയും അമ്മയുടെ പാൽ കുഞ്ഞ് കുടിക്കാതെയും ആവുന്ന ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. ഈ പിഴിഞ്ഞു വെച്ച പാൽ അമ്മയ്ക്ക് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 4 മണിക്കൂറിനുള്ളിലും, അഥവാ അത് നമുക്ക് ആ സമയത്തിനുള്ളിൽ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്തിട്ട്
ഒരു 4 ദിവസം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച പാല് പുറത്തെടുത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷം വേണം കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമ്പൂർണ്ണമായ മുലപ്പാൽ, അതായത് 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുക്കുക എന്നുള്ളൊരു ടാസ്കിലേക്ക് അമ്മയെ എത്തിക്കാൻ അമ്മ മാത്രം വിചാരിച്ചാൽ പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ കുടുംബവും സൊസൈറ്റിയും എല്ലാം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള നിരക്ക് പ്രകാരം 64% കുഞ്ഞുങ്ങൾ മാത്രമാണ് സമ്പൂർണ്ണ മുലപ്പാൽ എന്ന ക്രൈറ്റീരിയയിലേക്ക് വീഴുന്നത്. നമുക്ക് അത് താമസിയാതെ തന്നെ 100% ആക്കാനാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമം. ആ സമയം അധികം വിദൂരമല്ലാതിരിക്കട്ടെ. താങ്ക് യു.